സാറ് നമുക്ക് ജർമ്മൻ ഫുൾ മൊഡ്യൂൾ ഇല്ലാത്ത സ്റ്റുഡൻസിന് ജർമ്മനിക്ക് പോകാൻ പറ്റുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എൻ്റെ അടുത്ത് പല കുട്ടികളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് B2 ഒരു മൊഡ്യൂളുള്ളൂ, 2 മൊഡ്യൂളുള്ളൂ, നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റുമോ? ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് എഴുതിയിട്ട് പാസ്സാവുന്നില്ല. ഞങ്ങൾ പല പല ബോംബെ പോയി എഴുതുന്നു, ചെന്നൈ പോയി എഴുതുന്നു, പല സ്ഥലത്തും പോയിട്ട് എഴുതുന്നു, പാസ്സാവുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ പിള്ളേരോട് പറയാനുള്ളത്, നമുക്ക് തീർച്ചയായിട്ടും മൊഡ്യൂൾ വൈസിൽ നമുക്ക് പോകാൻ പറ്റും. ഒരു മൊഡ്യൂളോ 2 മൊഡ്യൂളോ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. 2-3 കാറ്റഗറീസിലൂടെ അതിനകത്ത് പോകാൻ പറ്റും. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് പോകണം, ഇനിയും നമുക്ക് ടൈം കളയാനില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മാസ്റ്റേഴ്സിന് പോകാൻ നേരത്ത് ബ്ലോക്ക് അക്കൗണ്ട് കാണിച്ചിട്ട് പോകുന്നൊരു പരിപാടിയുണ്ട് ജർമ്മനിലോട്ട്. അതായത് നമ്മളിപ്പോൾ UK-യിലാണെങ്കിലോ കാനഡയിലാണെങ്കിലോ എവിടത്തേക്ക് പോകുകയാണെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് കാണിക്കണം. അവരുടെ അക്കൗണ്ടിൽ നമുക്ക് ഒരു വർഷത്തേക്ക് അല്ല ഇത്ര രൂപ എന്നുണ്ട്. ഓരോ കൺട്രിയിലും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയിൽ ഒരു മാസത്തേക്ക് നമുക്ക് 1000 യൂറോ വെച്ച് കാണിക്കണം. ഇവരൊക്കെ എത്ര നാളത്തേക്കാണോ കിട്ടുന്നത് അത്ര നാളത്തേക്ക് ബ്ലോക്ക് അക്കൗണ്ട് കാണിച്ച് ഇവർക്ക് പോകാവുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇൻഡോകെയർ GmbHും ബിൽഡിങ്സ് അക്കാഡമിയും കൂടി നമ്മൾ ചെയ്യുന്നത് B2 ഒരു മൊഡ്യൂളോ 2 മൊഡ്യൂളോ പ്രോസസ്സിങ് ആയി നിൽക്കുന്ന സ്റ്റുഡൻസിന് ജർമ്മനിയിൽ ചെന്ന് B2 പഠിച്ച് ഇവർക്ക് പാസ്സാവുന്ന ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവർക്ക് 6 മാസത്തേക്കുള്ള വിസ കിട്ടും. ജർമ്മനിയിൽ പോയി B2 പഠിക്കാനായിട്ട് 6 മാസത്തേക്കുള്ള വിസ കിട്ടും. ഈ 6 മാസത്തിൽ ഇവർക്ക് ഒരു പാർട്ട് ടൈം ജോബും കൂടെ ചെയ്യാം. വീക്കിലി 20 മണിക്കൂർ ഇവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ഈ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിനോടൊപ്പം ഇവർ പാസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള കോഴ്സിലോട്ട് ഇവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവർക്ക് നേഴ്സിംഗ് കോഴ്സുകളുണ്ട്, IT കോഴ്സുകളുണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട്. ഏത് കോഴ്സിലോട്ട് വേണമെങ്കിലും ഇവർക്ക് മാറാൻ പറ്റും. ഇപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് സമയം കളയണ്ട. ഇപ്പോൾ ഇവിടെ ഒരു വർഷം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ പോയി 6 മാസത്തിനുള്ളിൽ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഇൻടേക്ക് എപ്പോഴാണോ വരുന്നത് അതിനകത്തോട്ട് തന്നെ ഇവർക്ക് പോകാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലി ചെയ്യാം, അതോടൊപ്പം തന്നെ ഇവരെ ടൈം പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് എക്സാം എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡേറ്റ് കിട്ടുന്നില്ല. അവിടെ ചെന്ന് എക്സാം എഴുതി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ നോർമൽ ലോക്കൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇത്രയും കൂടെ ഇവർക്ക് പാസ്സാവാനായിട്ട് എളുപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് അതിനകത്തോട്ട് നല്ലൊരു പ്രോഗ്രാമാണ്. അവിടുത്തെ ട്രെയിനിങ്ങും അതേപോലെ പക്ക ട്രെയിനിങ് ആണ്. അവർക്ക് ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ അവർക്ക് ട്രെയിനിങ്ങിന് ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പോകുന്നത്. അവർക്ക് അവർക്ക് ക്ലാസ് ഒരു ദിവസം അവർക്ക് 5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ് കഴിഞ്ഞ് ഇവർക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ഉണ്ട്. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും? തീർച്ചയായും. ഞാനത് നേരത്തെ പറഞ്ഞ ഇൻഡോകെയർ GmbH എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെയുള്ള കമ്പനിയാണ്. നമ്മളവിടെ രജിസ്റ്റേർഡ് കമ്പനിയാണ്, നമുക്ക് ലൈസൻസ്ഡ് കമ്പനിയാണ്. ഹാംബർഗിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഇവിടെ നിന്ന് ഏത്